വ്യക്തിപരമായ തലത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സഭാതലത്തിൽ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൃപാവരങ്ങളെക്കുറിച്ച് പറയാനുണ്ട്, സ്നേഹത്തെക്കുറിച്ചും പറയാനുണ്ട്, പുനരുദ്ധാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പഠിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ എല്ലാത്തിനും കൂടെ നമുക്ക് സമയം കിട്ടില്ല. ലഭിക്കുന്നതിനനുസരിച്ച്, സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് വിഷയങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സഭാതലം. ഈ സഭാതലത്തിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ നിന്നല്ലാതെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം നോക്കി. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. ഈ വാക്യത്തിൻ്റെ സന്ദർഭങ്ങൾ നമുക്കറിയാവുന്നതാണ്. യോന ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ നല്ല മേൽവിലാസമാണ് കൊടുത്തത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. യോന കൊടുത്തതും നല്ല മേൽവിലാസമാണ്. എന്താണ്? നീ ഏത് ജാതിക്കാരൻ? 1-ാം അധ്യായം 8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നീ ഏത് ജാതിക്കാരൻ, നിന്റെ തൊഴിലെന്ത്, നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ നാടെന്ത്, നീ ഏത് ജാതിക്കാരൻ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആ കപ്പലിൽ വെച്ചിട്ട്. നല്ല മേൽവിലാസം കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? മുളന്തുരുത്തി സഭ 4-ാം തലമുറ ബ്രദറുകാരൻ, സ്വർഗം പിയോ എന്നൊക്കെ ഉറപ്പിച്ച മറ്റാണ്. യോനെ അതുപോലെ തന്നെ കൊടുത്തത്. എന്നറിയോ? 9-ാം വാക്യം. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ. എൻ്റെ അമ്മേ, തർശീസിലേക്ക് പോണ കപ്പൽ കയറിയിട്ട് പറയണ വർത്താനാണ് കേട്ടോ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരും. ഇതൊരു നല്ല മേൽവിലാസമാണ് കൊടുത്തതല്ലേ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഒരാളാണ് കേട്ടോ ഈ പറയണത്. 3-ാം വാക്യം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അനുസരണക്കേട് കാണിച്ച് പോയി കപ്പൽ കയറി യാത്ര ചെയ്യുന്ന ഒരാൾ പറയുന്നത്, ഞാൻ ഒരു എബ്രായനാണ്, സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പുരുഷന്മാര് ഭയപ്പെട്ടു. ഏത് ജാതികൾ ഭയപ്പെട്ടു എൻ്റെ അഡ്രസ്സൊക്കെ കേട്ടപ്പോൾ. നല്ല മേൽവിലാസം കൊടുക്കുകയും മോശം ജീവിതം ജീവിക്കുകയും ചെയ്യുക. പേരിനൊത്ത് ജീവിക്കാതിരിക്കുക. അങ്ങനെ മുമ്പോട്ട് പോയി പിന്നീട് നമുക്കറിയാം, യോനയെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിമിംഗലം മത്സ്യം വിഴുങ്ങിയതിന് ശേഷം നമ്മൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ട് യോന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. 2-4 ശ്രദ്ധിച്ചല്ലോ? അവിടെ എന്താ വായിക്കുന്നത്? എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറയും. പ്രവാഹങ്ങൾ എന്നെ ചുറ്റി, ഓളങ്ങളും തിരമാലകളും എന്നെ കടന്നുപോയി. ആഴത്തിലാണ്, കടലാഴത്തിലാണ് യോന ഇപ്പോ. മത്സ്യത്തിന്റെ വയറ്റിലാണ്. അവിടെ എവിടെയാ വിശുദ്ധ മന്ദിരം? ഇന്നത്തെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സഭ, ആലയം എവിടെയാണ്?
അവിടെ എന്താ പറയുന്നത്? ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ആളാണ് കേട്ടോ പറയുന്നത്. അതെന്താ അതിന്റെ അടിസ്ഥാനം? പഴയ നിയമത്തില് ഒരു രീതിയുണ്ട്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചില സമയങ്ങളിൽ മഴ പെയ്യാതിരുന്നപ്പോഴൊക്കെ മഴ പെയ്തിട്ടുള്ളതായിട്ട് ഒക്കെ നമ്മൾ മറ്റു ഭാഗങ്ങളിൽ വായിക്കുന്നു. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യഥാർത്ഥ അനുതാപം വന്നപ്പോ, അനുതാപം വന്നു തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞപ്പോ അനുതാപം വന്നു. അതാണ് അനുതാപം. തെറ്റുബോധ്യപ്പെട്ടവന്റെ വാക്കാണത്. ഏതാ? എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ വലിയ കുറ്റബോധം ആർക്ക് വന്നു? യോനയ്ക്ക് വന്നു. അതാണ് നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ ഇന്ന് വായിച്ചത്. തന്റെ തെറ്റുകളെ യോന ഗ്രഹിച്ചു. തെറ്റുകളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത്. 2-ാം സാധ്യത ദൈവം നൽകുന്നു. ഒരാള് തോറ്റു, ഒരാള് ഒരു തെറ്റ് ചെയ്തു പോയി, അയാൾക്ക് അനുതാപം വന്നെങ്കിൽ, അനുതാപം യാഥാർത്ഥ്യമാണെങ്കിൽ അവന് 2-ാം സാധ്യത ഉണ്ട്. എന്നേക്കും ദൈവം ആരെയും എന്ത് ചെയ്യില്ല? തള്ളിക്കളയില്ല. അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യന് വിശുദ്ധ മന്ദിരം എവിടെയാന്നൊക്കെ വല്ല രൂപം ഉണ്ടാവോ? മത്സ്യമാണെങ്കിൽ നിൽക്കുന്ന ജീവിയല്ലല്ലോ, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പോക്കിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ കടലിന്റെ ആഴങ്ങളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ മത്സ്യം സഞ്ചരിക്കുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ ആ വിശുദ്ധ മന്ദിരം സങ്കല്പിച്ചു. ഇവിടെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് മുഖം തിരിച്ചു. അനുതാപത്തിന്റെ പൂർണ്ണതയാണ് അത്. ദൈവം കേൾക്കാതിരിക്കില്ല, കാണാതിരിക്കില്ല. കാരണം 78-ാം സങ്കീർത്തനം 69-ാം വാക്യം നോക്കിയേ. 78-ന്റെ 69. ഞാൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതങ്ങളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. വിശുദ്ധ മന്ദിരത്തെ എങ്ങനെയാ പണിതിരിക്കുന്നത്? സ്വർഗോന്നതികളെ പോലെ. ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയതിന്റെ കാരണം എന്താണെന്നറിയാമോ? There is a direct connection with heaven. വിശുദ്ധ മന്ദിരത്തിന്, സഭയ്ക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. കാരണം സ്വർഗീയോന്നതി പോലെയാണ് എന്ത് പണിതിരിക്കുന്നത്? വിശുദ്ധ മന്ദിരം പണിതിരിക്കുന്നത്. ഈ സഭാതലം പറയുമ്പോ അത് വിഷയം നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളൂ. സ്വർഗീയ ഉന്നതിയുമായിട്ട് സഭയ്ക്ക് ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട്. സഭ മുഖാന്തരമാണ് അറിവായി വരുന്നത് എല്ലാം. അപ്പൊ കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് സഭാതലം എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ
1:3 തന്നെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പിതാവ് എന്നാണ്. നമ്മുടെ ഏകവചനം കുറവാ. ഞാൻ കൂടുതലും പറയുന്നത് പിശാചാണ്. പിശാച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നു, ഞാൻ അത്യുന്നതിന്റെ മുകളിൽ കയറും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും. മോസ്റ്റ് സെൽഫിഷ് വേർഡ് ഇൻ ദ വേൾഡ്, ഞാൻ. മാത്രമല്ല, ഒരു മനുഷ്യന്റെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഞാൻ കളപ്പുര വലുതാക്കും, ഞാൻ എൻ്റെ വിളവുകളൊക്കെ കൂട്ടിവെക്കും, ഞാൻ എന്ന് പലതവണ അവിടെ പറഞ്ഞു. അവിടെയാണ് നമ്മൾ വായിക്കുന്നത് മൂടാ, ഞാൻ എന്ന് ഒരുപാട് പറയുന്ന മൂടാ, നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ചോദിച്ചാൽ പിന്നെ ആർക്ക് വേണം നിന്റെ കളപ്പുര? നിനക്ക് എന്ത് പ്രയോജനമാണ്? അപ്പോ ഇവിടെ നമ്മൾ എന്നുള്ള ഒരു വാക്കിലേക്ക് പൗലോസ് സഭയെ മൊത്തത്തിൽ കൊണ്ടുവരികയാണ്. നമ്മൾ എന്നുള്ള ഒരു ചിന്താഗതി, ഇത് ഐക്യത്തിന്റെ വാക്കാണ്. ഇവിടെ തീർച്ചയായും വിജയമുണ്ടാകാതെ തരമില്ല. നമ്മൾ മാത്രമല്ല, പിന്നീട് നമ്മൾ വായിക്കുന്നത് പൂർണ്ണമായി ഏക മനസ്സിലും യോജിച്ചിരിക്കുകയും വേണം. സഹോദരന്മാരെ, 10-ാം വാക്യം ഇന്നലെ നമ്മൾ കണ്ടു. സഹോദരന്മാർ എന്ന് പേർപ്പെട്ടവർ, സഹോദരന്മാരെ. അപ്പോൾ ഈ നമ്മൾ എന്നുള്ള ആ വാക്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. 144-ാം സങ്കീർത്തനം എടുത്തേ. 144-ാം സങ്കീർത്തനം 1 മണിക്കൂർ പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ 1 മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോകാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ്. 144-ാം സങ്കീർത്തനം. ദാവീദ് ഏറ്റവും നല്ല രാജാവായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. 40 കൊല്ലാണ് ഭരിച്ചത്. ദൈവം അവിടെ എത്തി. എന്താ കാരണം എന്നറിയാമോ? 144-ാം സങ്കീർത്തനത്തിന്റെ 11 മുതൽ 15 വരെ. എല്ലാവരും വാക്യം നോക്കിക്കോ, വചനങ്ങൾ നോക്കി. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഭോഷ്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈ ആകുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഇനി അതിന്റെ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് പറയുന്നത് ഞങ്ങളുടെ. ചിലരൊക്കെ പറയാ എൻ്റെ. അത് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അത് ഇന്ന ആളുടെ സഭ, അങ്ങനെയൊക്കെ അറിയപ്പെടും. ഞങ്ങളുടെ എന്നുള്ളൊരു വാക്കാണ്. ഞങ്ങളുടെ, നമ്മുടെ. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾക്ക് അത് പൂർണ്ണമായി ഒരു ശരീരത്തോട് യോജിച്ച് നിൽക്കുമ്പോൾ അത് ആ ശരീരമാണ്. അത് മുഴുവൻ കൈയിന്റെ കാലിന്റെ എന്നൊന്നും പറയാനില്ല. ഞങ്ങളുടെ പുത്രന്മാർ, ഞങ്ങളുടെ പുത്രിമാർ. ശാരീരികമായി രക്തപരമായിട്ട് നമുക്ക് സ്വന്തം മക്കളും ഒക്കെ ഉണ്ട്. എന്നാൽ സഭയിലെ മറ്റുള്ളവരുടെ മക്കളും എൻ്റെ മക്കൾ തന്നെയാണ് ആത്മീകമായി. അവന്റെ തോൽവിയും എൻ്റെ മോന്റെ മോളുടെ തോൽവിയും വ്യത്യാസമില്ല. ചില സൺഡേ സ്കൂൾ വാർഷികങ്ങൾക്കൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിലൊക്കെ PYP എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. മിക്കവാറും ഒക്കെ അടിയാണ് നടക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ?
ഇന്ന ആളുടെ കൊച്ചിന് സമ്മാനം കിട്ടിയില്ല എന്നും അന്ന ഗ്രൂപ്പിന് കിട്ടിയില്ല എന്നും ഇന്ന സഭയ്ക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടി അതിൻ്റെ ഉള്ളിൽ. എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പാസ്റ്റർമാർ വരെയാണ് അടികൂടി. നമ്മുടെ സഭകളിലും ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഇത്. എൻ്റെ കൊച്ചിന് കിട്ടിയില്ല, അവന് കൊടുത്തു, ഇവന് കൊടുത്തു. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ പുത്രന്മാർ, ഞങ്ങളുടെ പുത്രിമാർ, ഞങ്ങളുടെ കളപ്പുരകൾ, അങ്ങനത്തെ പൊതു കളപ്പുര ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ ഒരുമിച്ചിരുന്ന് എല്ലാം പൊതുവക നേടിയത്. പിന്നെ എന്താണ് പറയുന്നത്? ഏറ്റവും താഴെയുള്ള വാക്യം, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം, ഇതാണ് ഭാഗ്യം. ഏതാ? ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പരസ്പരം ചിന്തിക്കുന്ന സഭ, യഹോവ ദൈവമായിരിക്കുന്ന ജനം. അപ്പോ ഈർഷ്യ, പക, പിണക്കം, ഇതൊക്കെയാണല്ലോ ആദ്യത്തെ അധ്യായങ്ങളിലെ പ്രധാന വിഷയം. അതിനൊക്കെ ഉള്ള മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത് ദൈവജനത്തിന്. എല്ലാം മാറ്റാൻ പറ്റും. ഒരൊറ്റ മൂല്യാണ് എന്താണ്? ഞങ്ങളുടെ എന്ന് ഉപയോഗിക്കാൻ പഠിക്കുക, ചിന്തിക്കാൻ പഠിക്കുക, നമ്മുടെ എന്ന് പറയാൻ പഠിക്കുക. അവിടെ ഇതൊക്കെ എന്ത് ചെയ്യും? ഇനി 12-ാം അധ്യായം എടുക്കാം. 12-ാം അധ്യായം 14-ാം വാക്യം നോക്കി. വേഗം വായിക്കണേ. അടുത്ത ഞാൻ കൈയല്ല ഇതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. 17-ാം വാക്യം കൂടെ വായിക്കാം. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമല്ലേ, മുഴുവൻ ശ്രവണമായാൽ കാണം. ശ്രവണം. അടുത്ത വാക്ക് എന്താ പറയാ? ഇച്ചിരി ബുദ്ധിമുട്ട്. അവള് എപ്പോഴും പറയാറുള്ള വാക്കല്ല. ഇപ്പൊ വായിച്ചു. ക്രാണം. എന്താ അത്? സഹോദരിമാരൊന്ന് പറഞ്ഞേ. പരീക്ഷയൊക്കെ എഴുതി പാസ്സായതല്ലേ? ക്രാണം എന്താ? പറഞ്ഞോ? ഇവിടെ ഒരാള് പറഞ്ഞു. പറയില്ല, മൂക്കയിൽ തൊട്ട് കാണിക്കാൻ. ക്രാണം, ശ്രവണം ഒരു സഭയ്ക്കുള്ള കാര്യങ്ങളാട്ടാ, ഞാൻ വിശദീകരിക്കാതെ. ഒന്ന് വേണ്ടത് ഞങ്ങൾ, നമ്മൾ. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് തന്നെ പൗലോസ് പറയുന്നത് നമ്മുടെ പിതാവ് ഒന്നാണ്. 2, ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെവിയാണ്. സഭയ്ക്ക് ചെവിയുണ്ടോ? സഭയ്ക്ക് ചെവിയുണ്ടോ? ശരീരത്തിന് ചെവിയുണ്ടോ? സഭയ്ക്കുണ്ടോ? സഭയ്ക്ക് ചെവിന്ന് തന്നെ വായിക്കുന്നുണ്ട്. ഏതാ? ഓർക്കുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലോ അപ്പോസ്തല പ്രവൃത്തിയിൽ? ഏത് സഭയ്ക്കാ ചെവി ഉണ്ടായിരുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ ഏതാ? യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ വായിച്ചിട്ടുണ്ടോ? സഭയുടെ ചെവി നന്നായിരിക്കണം, നല്ല ചെവി ഉണ്ടായിരിക്കണം, ചെറിയ അനക്കം പോലും കേൾക്കണം. ദൈവവചനം കേൾക്കുന്ന കാര്യമുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. ആദ്യം ക്രാണം എന്ന് വെച്ചാൽ സഭയ്ക്ക് മൂക്കുണ്ടോന്നാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നതാവും സഭയുടെ മൂക്ക്. ഈ സഭയുടെ മൂക്കിന് പരുക്ക് പറ്റിയതാണ്.
എന്തുണ്ടായെന്നറിയാമോ? 1 കൊരിന്ത്യര് 5-ാം അധ്യായത്തില് നമ്മൾ കാണുന്ന വ്യക്തിയില്ലേ, ഏത് വ്യക്തി? ദുർനടപ്പുകാരനായ വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കറിയാം. ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഈ കൊരിന്ത്യരെ എന്ത് ചെയ്തില്ല? ദുഃഖിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കാരണമുണ്ട് അതിന്. ഒരു കാരണം ഇതാണ്, പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ ചിലര് ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുള്ളി സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നടപടിയാവില്ല, ആകെ ഭിന്നിച്ച് നിൽക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ വേണ്ട ഒരു രോഗിയുടെ ആരോഗ്യം ഡോക്ടർ ആദ്യം പരിശോധിക്കും. എന്നിട്ട് പറയും ഓപ്പറേഷനൊക്കെ അത്യാവശ്യമാണ്, പക്ഷെ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇയാൾക്ക് അതിനുള്ള ശേഷിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇതുണ്ട്, എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നം, കാല് ജോയിൻറ്റും ഒക്കെ പെയിനാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ സർജറിയും പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് പറ്റില്ല, ഇവർക്ക് ഷുഗർ ഭയങ്കര, അമ്മയ്ക്ക് ഷുഗറും ഉണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ശരീരത്തിന് അതിനുള്ള ശേഷിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരീരം ദുർബലമായിരിക്കുന്നു, പിന്നെ എങ്ങനെ ഓപ്പറേഷൻ നടത്തും? ശരീരം ദുർബലാണെങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ നടത്തും? അപ്പോ ഇവിടെ അനൈക്യത്താൽ സഭ ദുർബലപ്പെട്ടു, ഗ്രൂപ്പുകളാൽ ദുർബലപ്പെട്ടപ്പോൾ ഒരു നടപടി എടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി. കാരണം അവന്റെ പിന്നിലും ആളായി. ഈ ഗ്രൂപ്പുകളിൽ ചിലര് പുള്ളീനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടം. ആർക്കും ഒരു ദുഃഖമില്ല. ഈ ദുർഗന്ധം മൂക്കിലടിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ ദുർഗന്ധം മൂക്കിലടിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഈ ദുർഗന്ധം എന്ത് ചെയ്തു? മൂക്ക് ശരിയല്ല, ഇതിന്റെ മണം അടിക്കുന്നില്ല, ഇത് ദുർഗന്ധം അടിക്കുന്നില്ല. മൂക്ക് ശരിയാവണ്ടേ? ദുർഗന്ധം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെവിടെയെങ്കിലും ഒരു എലി ചത്ത് ചീഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മണം ഉണ്ടല്ലോ, ദുർഗന്ധം എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന് മനസ്സിലായത്. മൂക്ക് ശരിയാവണ്ടേ? ദശ വളർന്നേക്കുക. സഭയുടെ മൂക്കിന് പരിക്ക് പറ്റി, ഘ്രാണത്തിന് പരിക്ക് പറ്റി. പിന്നെന്താണ് പിന്നെ നമ്മൾ വായിക്കുന്നത്? അത് ഈ ഘ്രാണം എന്നുള്ളത് ഞാൻ മറ്റേ നമ്മുടെ രാമലിംഗം പിള്ളയുടെ ഔദ്യോഗിക ഡിക്ഷണറി തന്നെ പരിശോധിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ചെവി അല്ലെങ്കിൽ ഈ മണം മണക്കത്തക്ക ദുർഗന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ശ്രവണമുണ്ട്, ഘ്രാണമുണ്ട്. ഒരു ദുർഗന്ധം വന്നാൽ അത് തിരിച്ചറിയാനുള്ള മൂക്കുണ്ടാവണം. വചനം കേൾക്കാനുള്ള ചെവി ഉണ്ടാവണം. അവയവങ്ങളൊക്കെ ശരിക്കും പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ആവുമ്പോൾ കണ്ണൊക്കെ വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കാണണം കാര്യങ്ങൾ. മാത്രമല്ല
ഈ ഘ്രാണം എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം തന്നെ, കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കുക. 2:14 നോക്കിയേ. 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ പരിജ്ഞാനത്തിന് വാസനയുണ്ട്, സുഗന്ധാണ് വാസന. വാസന എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മണാണ്. അവിടെ എന്തോ പൊട്ട വാസന എന്ന് ആരും പറയാറില്ല. അപ്പൊ വാസനയിലെ സുഗന്ധമുണ്ട്. ഈ പരിജ്ഞാനത്തിന്റെ സുഗന്ധം മനസ്സിലാകണമെങ്കിൽ നല്ല മൂക്ക് വേണം. അതിന് മൂക്കില് കാഠിന്യത്തിന്റെ ദശ കയറി അടഞ്ഞാൽ പിന്നെ ശ്വാസം കിട്ടുമെന്ന് തന്നെ സംശയം. നമ്മുടെ മൂക്കില് ഫിസിക്കലായിട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആത്മീയമായിട്ടുള്ള നിലയിൽ ചിന്തിച്ചോളൂ. അശുദ്ധിയും ദുർഗന്ധവും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൂക്ക് എന്ത് ദുർഗന്ധവും സഹിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതാണ് കൊരിന്ത്യയിലുണ്ടായത്. കാരണം ഈർഷ്യയും പകയും പിണക്കവും വിഭജനങ്ങളും ഗ്രൂപ്പുകളും വന്നപ്പോ ഇങ്ങനെയായി സ്ഥിതി. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം നോക്കി. എഫേസ്യ ലേഖനം 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പേൻ. കർത്താവിന്റെ യാഗം എങ്ങനെയുള്ള യാഗമായിരുന്നു? സൗരഭ്യവാസനയുള്ള യാഗമാണ് ക്രൂശുമരണം. ഈ യാഗത്തിലൂടെയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൽ നടക്കണം. സ്നേഹമില്ല, ഭിന്നിപ്പാണെങ്കിൽ സൗരഭ്യവാസന അല്ല ഉണ്ടാവുക എന്നാണ് ഈ പറയുന്നത്. സൗരഭ്യവാസന ഉണ്ടാവണമെങ്കിൽ എങ്ങനെ നടക്കണം? സൗരഭ്യവാസന ഉണ്ടാവണമെങ്കിൽ എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. അല്ലെങ്കിൽ എന്ത് സൗരഭ്യം? കർത്താവിന്റെ ക്രൂശ് തന്നെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഇതെല്ലാം സഹിക്കുന്നത് സ്നേഹത്താലാണ്. അപ്പൊ അങ്ങനെ ഈ സഭയിലേക്ക് വന്നിരിക്കുന്ന നമ്മള് ആ സൗരഭ്യം ഇല്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെന്താ ഉള്ളത്? മുഴങ്ങുന്ന ചെമ്പോ, കുറെ ചെലമ്പലോ, എന്താണ്? കുറെ ഓളിമ്പകളോ. 2000-ന്റെ മൈക്ക് എടുത്തിട്ട് ഒരു വലിയ കൺവെൻഷനോ, കുറെ നോട്ടീസുകളോ, എന്താണ്? കുറെ മുഴങ്ങേ. അർത്ഥമില്ല അതൊന്നും. അപ്പോ സുഗന്ധമുണ്ടാവണം, സ്നേഹമുണ്ടാകണം. അല്ലെങ്കിൽ ഇതൊന്നും എന്തല്ല, പ്രയോജനപ്രദമല്ല. ഉത്തമഗീതം എടുക്കാമോ? ഉത്തമഗീതം ഉത്തമഗീതം 2-ാം അധ്യായം 22-ാം വാക്യം നോക്കിയേ. 22-ാം വാക്യം അല്ല, സോറി, 12-ാം വാക്യം. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. പുഷ്പങ്ങൾ പണ്ടൊക്കെ സൺഡേ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ആ പാട്ട്? കൊച്ചു റോസ പുഷ്പം ഇത് കേട്ടിട്ടില്ലേ? ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഒരു സൺഡേ സ്കൂൾ വർഷത്തിന് പോയപ്പോ ഇപ്പോഴത്തെ പിള്ളേരും അതന്നെ പാടും. ആ പാട്ട് വളരെ പഴക്കമുള്ള പാട്ടാണ്. പുഷ്പങ്ങളാണ് നാം.
പുഷ്പങ്ങളാകണം എന്നാണ്. നമ്മുടെ കർത്താവ് ഒരു പുഷ്പ, നല്ല പനിനീർ പുഷ്പം, നല്ല റോസാച്ചെടി, നല്ല സുഗന്ധം, സ്നേഹത്തിന്റെ അടയാളാണ്. അവൻ ശാരോനിലെ പനിനീർ പൂവാണ്. അതിനെ ഇങ്ങനെ ഞെരിക്കിയ പോലും സുഗന്ധമാണ്. പുഷ്പങ്ങൾ കാണായി വരട്ടെ, സുഗന്ധങ്ങൾ ഉണ്ടാവട്ടെ. മുന്തിരിവള്ളി പൂത്തു കായ്ക്കുന്ന അനുഭവമാണ്. പൂത്തു കായ്ക്കുന്ന അനുഭവം, ഫലപ്രദമായ അനുഭവം, ഫലം കായ്ക്കുന്ന അനുഭവം. നമ്മൾ ഈ ഉത്തമഗീതം ഒന്നും വായിക്കാറില്ല. പിന്നെ അത്തിക്കായ്ക്കൾ പഴുക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ. മുള്ളുകൾ വരുമ്പോ, ആകെ പ്രയാസങ്ങൾ വരുമ്പോ അപ്പോഴും സുഗന്ധ. ചിലര് പ്രയാസങ്ങൾ വന്ന സുഗന്ധമൊക്കെ പോയി, പരിജ്ഞാനത്തിന്റെ വാസനയൊക്കെ പോയി. പിന്നെ 10ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടല്ലോ പിതാക്കന്മാർക്ക് പറ്റിയ കാര്യങ്ങൾ: പിറുപിറുപ്പ്, ദുർമോഹം, പരസംഗം, മത്സരം. അവര് നശിച്ചുപോയി. അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്താണെന്ന് ഇന്നലെ നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങോട്ട് കയറി വരികയാണ്. മുള്ളുകളുടെ ഇടയിലാണ് ഇരിക്കുന്നതെങ്കിലും, പ്രയാസങ്ങളിലാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിലും, മുഖത്തെ ആത്മീകമായിട്ടുള്ളൊരു സ്ഥൈര്യവും പുഞ്ചിരിയും ഉണ്ടല്ലോ, അതിനെ ബാധിക്കാതെ പോകാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ചിലർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മതി, കിടക്കണം. ഇക്കിളിയിട്ട പോലും ചിരിക്കില്ല. ചെറിയ കാര്യം മതി, എല്ലാ സന്തോഷവും പോയി, വേണ്ട കിടക്കണം. നാം സുഗന്ധം വീശേണ്ടത് മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെയാണ് എൻ്റെ പ്രിയൻ ഇരിക്കുന്നത്. ഇനി അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കൂ. 4:16. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. നിന്റെ സുഗന്ധത്തിന്റെ കാറ്റടിച്ചിട്ട് പ്രിയൻ അടുത്തേക്ക് വരട്ടെ എന്ന്. പ്രിയനെ ആകർഷിക്കുന്ന ഒരു സുഗന്ധം നിന്നിൽ ഉണ്ടാകട്ടെ എന്ന്. ഘ്രാണം, മൂക്ക്, വടതിക്കാറ്റ്, വടക്കൻ കാറ്റ്, തെന്നിക്കാറ്റ്, തെക്കൻ കാറ്റ്. കാറ്റുണ്ടാവും. കാറ്റുണ്ടാകുന്നത് അതുമേ ഊതാന പറയുന്നത്. കാരണം എന്തിനാണെന്നറിയാമോ? കാറ്റ് വന്ന് തോറ്റു പോവാനല്ല. ഈ കാറ്റ് ഊതുമ്പോൾ ആ സുഗന്ധം പ്രിയനെ കൊണ്ടുവരട്ടെ എന്നാണ്. മത്തായി 14:24 ഒന്ന് നോക്കിയേ. മത്തായി 14:24. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. പ്രതികൂലമായ കാറ്റുണ്ടാവും. വടക്കുന്നും ഉണ്ടാവും, തെക്കുന്നും ഉണ്ടാവും. എത്ര കാറ്റുണ്ടെന്നറിയോ? 4 കാറ്റുണ്ട്. അത് വിഷയം പറയാൻ സമയമില്ല. 4 ഭാഗത്തുനിന്നും കാറ്റുണ്ട്. 4 തരം കാറ്റുണ്ട്. വേദപുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാറ്റുണ്ടാവും, കോളുണ്ടാവും. പക്ഷെ എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം. ഏതാണ് ഈ തോട്ടം?
ദൈവത്തിന്റെ തോട്ടം ഏതാ, ദൈവത്തിന്റെ കൃഷി ഏതാ, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം ഏതാ? കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്ന കാര്യം പറയണേ. ദൈവത്തിന്റെ മന്ദിരം ഏതാ, ദൈവത്തിന്റെ ശരീരം ഏതാ? അപ്പൊ ഈ സഭയാകുന്ന ഈ തോട്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന ഉയരണം. എന്ന് വെച്ചാല് ഇവിടെ ദുർഗന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാപത്താൽ മാത്രമേ ദുർഗന്ധം ഉണ്ടാവുള്ളൂ. ആ ദുർനടപ്പുകാരനോട് പറ്റുമാനത്തിന് ചിലരുണ്ടായപ്പോഴും അത് അംഗീകരിച്ച് മുമ്പോട്ട് പോയപ്പോഴും ഇവരെ ഈർഷ്യയും പകയും പിണക്കവും പരിഹരിക്കപ്പെടാതെ പോയ കാലത്തൊക്കെയും ഈ പരിജ്ഞാനത്തിന്റെ വാസനയില്ലായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളെ ആത്മീയന്മാരെന്ന് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല, നിങ്ങൾ ആരാണ്? ഇപ്പോഴും ജഡീകന്മാരാണെന്ന് പറഞ്ഞു. നല്ല മൂക്ക് ഉണ്ടാവട്ടെ. ഞാൻ എന്ന വാക്ക് മാറി ഞങ്ങൾ, നമ്മൾ എന്നുള്ള ബഹുവചനത്തിലേക്ക് കാഴ്ചപ്പാട് മാറട്ടെ. ഇനി ശ്രവണത്തെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ശ്രവണം, വചനം കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കണം? ഈ വചനം കേൾക്കുന്ന നേരത്തുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ ചിലർക്കൊക്കെ നേരത്തെ ഏശാവിന്റെ കാര്യം പറഞ്ഞില്ല, അലക്ഷ്യമായിട്ടായിരിക്കുന്നു. ചിലർക്ക് ലൈവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു ദൈവദാസനാണ് വന്ന് ഇത് വിചാരിക്കുക, വലിയ പേരും പിന്നെ ഭയങ്കര ശ്രദ്ധ. പാവപ്പെട്ടവരാരെങ്കിലും വല്ലവരും ആണെങ്കിൽ ആരാണെങ്കിലും എന്താ, വചനം ദൈവവചനമല്ല, അതിന്റെ വിലയില്ലേ. ശ്രവണം ദൈവവചനമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേണം, ആരാണ് പറയുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. 2, നെഹെമ്യാവ് 8:12 നോക്കിയേ. നെഹെമ്യാവ് 8:12. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. 8:12 അവിടെ ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞ്. നെഹെമ്യാവ് 8:5 ഒന്ന് വായിച്ചു. എസ്രാ സകല ജനവും കാണുക പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദേവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ചിലരുടെ വിചാരം ആമേൻ എന്ന് പറയണത് ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ചിലരതും പറയില്ല കേട്ടോ. ഈ അപ്പത്തിന് സ്തോത്രം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്തോത്രം ചെയ്ത അവസാനമാണല്ലോ അപ്പത്തിന് സ്തോത്രം ചെയ്യും. ആ സമയത്ത് ഒരാളിരുന്ന് ഉറങ്ങിപ്പോയി. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങിയിരുന്നൊക്കെ ഉറങ്ങാൻ പറ്റിയ നല്ല പായൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, AC കൂടി ഉണ്ടെങ്കിൽ ഉറക്കം വരും. അപ്പൊ ഇപ്പൊ AC വന്നപ്പോ മയക്കം കൂടിയേക്കുക. അപ്പോ പുള്ളി ഇരുന്ന് ഉറങ്ങിപ്പോയി. കഷ്ടി 1/2 മണിക്കൂറുണ്ട് ഈ സ്തോത്രം ചെയ്യുന്ന സമയം. ആ സമയത്ത് പുള്ളി ഉറങ്ങിപ്പോയി. അപ്പൊ അപ്പത്തിന് സ്തോത്രം ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് അപ്പം ഇവിടെ കൊടുത്തിട്ട് പുള്ളിയുടെ അടുത്തെത്തി. ഇപ്പൊ പുള്ളിനെ തോണ്ടി വിളിച്ചിട്ട് പിന്നെ അപ്പം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ കഴിച്ചിട്ട് വന്നാണ്. പുള്ളി വിചാരിച്ചു ഉറക്കത്തിലല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കൊടുത്താന്ന് പുള്ളി വിചാരിച്ചു. മയക്കം. കാരണം എന്താണെന്നറിയാമോ? ഈ ആമേനൊക്കെ ഇടയ്ക്ക് പറഞ്ഞാൽ ഉറക്കം വരില്ല.
സ്തോത്രവും ഹല്ലേലൂയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരില്ല? ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആമേൻ എന്നുള്ളത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കല്ല. അത് മാത്രമല്ല, വചനം കേൾക്കുമ്പോൾ പറയാലോ. ഇപ്പൊ പറഞ്ഞില്ലേ, അവർ ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. ഇത് കുറച്ചും കൂടെ ഭേദമാണ് ഈ കാര്യത്തില്. നമ്മുടെ പെന്തക്കോസ്തുകാരൊക്കെ അവര് പ്രത്യേകിച്ച് വലിയ കാമ്പുള്ള കാര്യം അല്ലെങ്കിൽ പോലും അവര് ആമേൻ പറയുന്നതിന് ഒരു കുറവ്. നമ്മൾ മിണ്ടില്ല, മിണ്ടോണ്ടിരിക്കും, ലാസ്റ്റ് ഉറങ്ങി വീഴും. എന്ത് ചെയ്യണം? ആമേൻ. ദൈവവചനം കേൾക്കുമ്പോ പറയേണ്ട വാക്കാണ് ഇടയ്ക്ക്. പിന്നെ നമ്മൾ അവിടെ വായിക്കുന്ന എന്താണ്? ജനമെല്ലാം എങ്ങനെ കേട്ടു? ശ്രദ്ധിച്ചു കേട്ടു. 3-ാം വാക്യം, 8:3, നെഹെമ്യാവ് 8:3. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കാൻ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. എങ്ങനെ കേട്ടു? എങ്ങനെ വേണം ശ്രവണം? എങ്ങനെ വേണം? ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി അതിന്റെ തന്നെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തെളിവായി വായിച്ചു. അല്ലേ? 8:8 ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചു. നല്ല പാട്ടിക്ക് സൈമൺ സാർ പാടിയില്ലേ, തേടും ഞാൻ നല്ല വാക്കുകൾ പരമേശ, പാടും നിനക്കു നിത്യവും. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ തേടണം. വായിക്കുമ്പോ തെളിവായി വായിക്കണം. പണ്ടൊരാൾ വായിച്ചു, അവന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണോ വായിക്കുന്നത്? എങ്ങനെ വായിക്കണം? അവന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരാൾ വായിച്ചതാണ്. എങ്ങനെ വായിക്കണം? തെളിവായി വായിക്കണം. അതിന് ചില കുട്ടികൾ 10-ാം ക്ലാസ്സിലായിട്ട് പോലും, കേരളത്തിലെ പഠിക്കുന്ന, പുറത്തല്ല, എന്നിട്ട് പോലും ബൈബിള് വായിക്കുമ്പോ ഈ തങ്കമണിയൊക്കെയാണ്. കാരണം എന്താണെന്നറിയാമോ? വീട്ടിൽ പിള്ളേർക്ക് ബൈബിൾ വായിക്കാൻ കൊടുക്കണ്ടേ? വായിപ്പിക്കണ്ടേ? 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണേ, ഞാൻ ഇവിടുത്തെ കാര്യം അല്ലാട്ടോ പറയണേ. അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുക, ബൈബിള് വായിക്കാൻ പറയാ. തെളിവായി എന്ത് ചെയ്യണം? വചനം വായിക്കണം. തെളിവായിട്ട് വായിക്കണം, തെളിവായിട്ട് കേൾക്കണം. എമ്മൗസിലേക്ക് 2 പേര് പോയിക്കൊണ്ടിരുന്നു. അവർ കർത്താവിനുമായിട്ട് സംസാരിച്ചിട്ട് പിന്നീട് പോകുമ്പോൾ അവർ പറഞ്ഞു, അവൻ വഴിയിൽ വെച്ച് നമ്മളോട് തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഉള്ളിലൊരു തീയാണ്. അല്ലെങ്കിലും ഇത് തീ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, തീയാണ്. ഒരു ചൂടും ചൂരൊക്കെ ഉണ്ട് ഇതിന്. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അപ്പൊ ദൈവവചനം എങ്ങനെ കേൾക്കണം? ശ്രവണം. സഭയുടെ ചെവി, സഭയുടെ മൂക്ക്, സഭയുടെ കണ്ണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നു 1 കൊരിന്ത്യർ 14-ാം അധ്യായം 23-ാം വാക്യം നോക്കി. 1 കൊരിന്ത്യർ 14:23.
സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ? മതി. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ, ഞാൻ അന്യഭാഷയെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയമില്ല, നമുക്കറിയാവുന്ന വിഷയമായതുകൊണ്ട്. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സഭയ്ക്കകത്ത് വന്നാൽ, സഭയ്ക്കകം വളരെ പ്രധാനപ്പെട്ടതാണ്. 128 സങ്കീർത്തനം 1-ാം വാക്യം നോക്കി. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്ത വാക്ക്, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അടുത്ത വാക്ക്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. വീട്ടിനകം. നമ്മൾ കല്യാണ പ്രസംഗത്തിന് ഈ ഇതൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? വീട്ടിനകം ശരിയായാലേ അവിടെ ശരിയാവുള്ളൂ. ഇവിടെ പറയുന്നത് ആരും പറയാത്ത കാര്യമാണ്, സഭയ്ക്കകം. സഭയ്ക്കകം അവിടെ നമ്മൾ കാണുന്നത്, ഈ സഭയ്ക്കകം ശരിയായാൽ മാത്രമേ ഒരു അവിശ്വാസി അകത്ത് വന്നാൽ അവന് പാപബോധം ഉണ്ടാവണം. ഒരു സഹോദരൻ വേറൊരു സഹോദരനെ ഇന്ന സഭയിലേക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ അവിടെ കസാര എടുത്ത് അടി കറന്നു കേട്ടു. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം. പിന്നെ ആരെയാണോ പുതുതായി കൊണ്ടുവന്നത് ആ സഹോദരൻ പിന്നെ ജന്മത്ത് ഏതെങ്കിലും ഒരു സഭയിൽ പോവോ? സഭയ്ക്കകത്തൊരുത്തൻ വന്നാൽ ഇന്ന് പിന്നെ വരവും കുറവാ. ആരാ വരണേ? വന്നാൽ അവന് പാപബോധം ഉണ്ടാവണം. നിന്നെ കണ്ടിട്ട്, നിങ്ങളുടെ ആരാധന കണ്ടിട്ട്, നിങ്ങളുടെ ദൈവഭയം കണ്ടിട്ട്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്, പാട്ട് കണ്ടിട്ട്, പ്രാർത്ഥന കണ്ടിട്ട്, ദൈവവചനത്തോടുള്ള ശ്രദ്ധ കണ്ടിട്ട്. അവനിതൊക്കെ നിരീക്ഷിക്കുന്ന കണ്ണുമായിട്ടാണ് വന്നേക്കുന്നത്. അവൻ എന്തുണ്ടാവണം? അപ്പൊ നമ്മൾ വായിച്ചില്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ, പാപബോധം ഉണ്ടാവണം. 14 അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടെ വായിച്ച്. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അവസാനം പറയും, എന്തൊരു മനോഹരം നോക്കി, ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഈ പുറത്തുനിന്ന് വന്ന ആള് പറയും. ഇവിടെയും പറയും, പുറത്തും പോയി പറയും. സ്വപ്നം കാണാൻ പറ്റുമോ ഈ കാലമൊക്കെ? അതാണ് സഭയ്ക്കകം അങ്ങനെയാവണം, അങ്ങനെയായിരിക്കണം. ഒരു അവിശ്വാസിയകത്ത് വന്നാൽ അവന് പാപബോധമുണ്ടാവണം. ശലോമോന്റെ ഭൃത്യന്മാരുടെ നടപ്പും ഇരിപ്പും ഒക്കെ കണ്ടപ്പോ ശേബാരാജ്ഞി അത്ഭുതപ്പെട്ടു.
ദൈവത്തിന്റെ ദാസന്മാരായ ദൈവത്തിന്റെ മക്കളായ നമ്മളുടെ ആരാധനയും ഇരിപ്പും ദൈവവചന കേൾവിയും ഒക്കെ കാണുമ്പോ ആളുകൾക്ക് എന്തുണ്ടാവണം? അപ്പൊ നമ്മള് നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തണം. തീരെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലര് ഒരു 10,000 രൂപയുടെ ബേക്കറി ഒക്കെ മേടിച്ചിട്ടാണ് പിള്ളേരെയും കൊണ്ട് ഹോളിലേക്ക് വരുന്നത്. ബേക്കറിക്കാർക്ക് നല്ല രസമാണ് ഞായറാഴ്ച തുറക്കണത്. എന്നിട്ട് കണ്ട ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് ഈ കവറൊക്കെ പൊട്ടിയുമ്പൊക്കെ വെച്ചറിയാലോ. ചിലര് വലിയ കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് പിള്ളേര് ഹോളിന്റെ ഉള്ളില് ഡ്രൈവിംഗ് എടുക്കും. ഇത് എന്താണ് പഠിപ്പിക്കുന്ന പിള്ളേരെ? ആകെ 1.5-2 മണിക്കൂർ സ്കൂളിൽ അവർ 6 മണിക്കൂർ എന്തൊരു ശ്രദ്ധയിൽ ഇരുന്നിട്ട് വരുന്ന പിള്ളേരാണ്. ആരാധനയ്ക്ക് വന്ന 2 മണിക്കൂർ ഇരിക്കാൻ പറ്റാത്ത ആരത് പരിശീലിപ്പിക്കേണ്ടത്? ഇനി അവരിപ്പോ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അവരുടെ കാലം വരുമ്പോ എന്താവും സ്ഥിതി? അവരുടെ മക്കൾ പിന്നെ എന്തായിരിക്കും സ്ഥിതി? കർത്താവ് വന്നില്ലെങ്കിൽ സഭയ്ക്കകം എന്ത് ചെയ്യണം? ശുദ്ധമാണ്. അത് പുറത്തുനിന്ന് വരുന്നവർക്കും എവിടുന്ന് വരുന്നവർക്കായാലും ഇതിന്റെ ഉള്ളിലെ ദൈവമുണ്ട്. വാസ്തവമായി ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് ശതാധിപനെ കൊണ്ട് പറയിപ്പിച്ചിട്ട കർത്താവ് മരിച്ചു. സഭയ്ക്കകത്ത് വരുമ്പോ അത് പറയണം. നമ്മുടെ പിള്ളേരെ അത് പരിശീലിപ്പിക്കണം. അപ്പൊ പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് സഭയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് കാറിൽ തിരിച്ചു പോകുമ്പോ പിള്ളേർ വണ്ടിയിൽ ഉണ്ടാവുമല്ലോ. സഭയിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ പോണത്. നല്ലതൊന്നും അല്ല. വീട്ടിൽ ചെന്നാലും അത് തന്നെയാ പറയണത്. ഉറങ്ങാൻ നേരത്തും അത് തന്നെയാ പറയണത്. രാവിലെ എഴുന്നേറ്റും അത് തന്നെയാ പറയണത്. പിള്ളേരിത് കേട്ട് 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 അവരൊന്നും മിണ്ടുന്നില്ലെങ്കിലും മനസ്സിൽ കുറിച്ചു, എന്റെ കാലാവുമ്പോ ഈ പരിപാടിക്കൊന്നും ഞാൻ ഉണ്ടാവില്ല. ഇപ്പം മിണ്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഇതൊക്കെ തട്ടിപ്പാണ്, ഈ പറയണതൊന്നും അല്ല. അവരുടെ സമയം വരുമ്പോ അവർക്ക് അവരുടെ അഭിപ്രായത്തിന് വില ഉണ്ടാകുമ്പോ അവര് പറയും ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇതൊക്കെ കണ്ടതാ. അടുത്ത തലമുറ വേണമെങ്കിൽ ഇപ്പൊ സൂക്ഷിച്ചോ. മക്കള് കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ ഇപ്പൊ സൂക്ഷിച്ചോ. അവർക്ക് ഒന്നും അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട, ഒക്കെ അവര് കേട്ടോണ്ടായിരിക്കും. ചെറിയ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞ, അവരുടെ ഉള്ളിലൊക്കെ നല്ല പോലെ കാര്യങ്ങൾ മനസ്സിലാവാനുള്ള കഴിവ് അവർക്കുണ്ട്. നമ്മൾ വിചാരിക്കണേ നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്. സഭയ്ക്കകം 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച എന്താ? വീട്ടിനകം മേശയ്ക്ക് ചുറ്റും മക്കളുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം മാത്രമല്ല വിളമ്പുന്നത്, ചൂരലടുത്തുണ്ട്. ശിക്ഷണമുണ്ട്. ഭക്ഷണമല്ല മാത്രമല്ല, ശിക്ഷണമുണ്ട്. ഇങ്ങനെയുള്ള പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. അപ്പൊ ഭക്ഷണം മാത്രം കൊടുത്തിട്ട് ശിക്ഷണം ഇല്ലാണ്ട് വളർത്തി, അതിനേക്കാളും ശിക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കുറയ്ക്കാൻ നല്ലത്. തടിയെങ്കിലും കുറയുമല്ലോ. ചിലര് പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും
പട്ടിണി കിടത്തണ്ട. ചിലർ പറയുന്നത് ഞാൻ അവർ പറയുന്നതൊക്കെ മേടിച്ചു കൊടുക്കും, കാരണം ഞാൻ പട്ടിണി കിടന്നു. പറയുന്നതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിള്ളേർ ഈ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. വീട്ടിനകം എന്ത് ചെയ്യണം? വീട്ടിനകം ശരിയായിരിക്കണം, സഭയ്ക്കകവും ശരിയായിരിക്കണം. ഈ രണ്ടകങ്ങൾ നമ്മുടെ വിധി നിർണയിക്കുന്നവയാണ്. ആത്മീക ഭാവി അതിനെ അടിസ്ഥാനപ്പെട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല 1 കൊരിന്ത്യർ 5:4 നോക്കൂ. 5:4 നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്. അതിന് മുമ്പ് പറഞ്ഞു ഈർഷ്യയും പകയും പിണക്കമൊക്കെ തീർത്തിട്ട്. മുമ്പേ അതാ പറഞ്ഞിട്ടുള്ളത്. ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റോ എന്ന് നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. നിങ്ങളെ ആരുടെ നാമത്തിലാണ് സ്നാനമേറ്റതെന്ന് ഒക്കെ നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. അവിടെ വേറെ നാമമൊന്നുമില്ല, പൗലോസിന്റെ നാമം പോലും ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏകനാമത്തിൽ ഒന്നിച്ചു കൂടിയിട്ട് യേശുവിന്റെ ശക്തിയോടെ ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നാൽ അത് നടത്തണം. ഈ വ്യക്തിയെ എന്ത് ചെയ്യണം? ഞാൻ ആ വ്യക്തിയെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടി വന്ന് ചെയ്യണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല പൗലോസിന്റെ ഏറ്റവും മറ്റൊരു ലക്ഷ്യം, നമ്മുടെ ഇപ്പോഴത്തെ പറഞ്ഞ സമയമായല്ലോ, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കണം. യഹൂദന്മാരുടെ ഇടയിലും യവനന്മാരുടെ ഇടയിലും വന്നപ്പോൾ ക്രൂശിന്റെ വചനം മാറ്റിയില്ല. അവർക്ക് വേണ്ടി വേറൊരു വചനം, ഇവർക്ക് വേണ്ടി വേറൊരു വചനവും പറഞ്ഞില്ല. പറഞ്ഞോ? വചനം വെച്ച് മാറിയോ? ഇല്ല. ഭയങ്കര ഡിപ്ലോമസി കാണിക്കുന്ന ആളുകളുണ്ട്. വേണ്ട, ഇന്ന് തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് ഇത് മാറ്റി കൊടുക്കണ്ട, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. വചനം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും, യഹൂദന്മാരുടെ ഇടയിലും ഗ്രീക്കുകാരുടെ ഇടയിലും ഒരൊറ്റ കാര്യം, ദൈവത്തിൻ്റെ കലർപ്പില്ലാത്ത വചനം. ദൈവത്തിൻ്റെ കലർപ്പില്ലാത്ത വചനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല 1 കൊരിന്ത്യർ 14:12 നോക്കൂ. 14:12 അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പേൻ. Try to excel in building up the church. സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. ആത്മീക വർധന എന്നുള്ളത് പൗലോസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ആത്മീക വർധനവും. ഇത് പല ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ഇനിയും അധികം വർദ്ധിച്ചു വരണം. ചിലര് ഇത്ര മതി എന്നൊക്കെ വിചാരിച്ചിരിക്കും, ഞാനൊക്കെ ആയി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, സ്കൈ ഈസ് ദ ലിമിറ്റ്. നമ്മുടെ അടയാളം ആരാ?
ക്രിസ്തു എന്ന തലയോളം വളരണം. അതുകൊണ്ട് നമ്മുടെ വർധനവ് എവിടം വരെ ആയിരിക്കണം? ഞാനൊക്കെ ഏറെക്കുറെയൊക്കെ ആയി, ഞാനൊന്നും മോശക്കാരനല്ല. ഇനി ദൈവം അനുവദിച്ച അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ആത്മീക വർധനവ് ഉണ്ടാവണം. അതെന്തിനു വേണ്ടി ആയിരിക്കണം? സഭയുടെ ആത്മീക സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി, അത് പൊതു പ്രയോജനത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ആത്മീക വർധനവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സമയമായതുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കാൻ ദൈവം ബാക്കി കാര്യങ്ങൾ